ചേച്ചി. ആര്യയെ കണ്ട നിമിഷം തന്നെ അനന്യയുടെ കാലുകൾ അറിയാതെ അവൾക്കരികിലേക്ക് ഓടി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കഴുത്തിൽ തുളസിമാലയും പുതുതായി കെട്ടിയ താലിയും കിടക്കുന്നത് കണ്ടപ്പോൾ അവളുടെ നെഞ്ച് വീണ്ടും പിടഞ്ഞുപോയി. ഒരു നിമിഷം അവൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ചേച്ചി. വിറയുന്ന കൈകളാൽ ആര്യയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത്? ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ മറുപടി ഉണ്ടായില്ല. ആരോടും ഒന്നും പറയാതെ അമ്പലമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അനന്യയുടെ ശബ്ദം വിങ്ങി. ഇയാളെ വിവാഹം കഴിക്കാനായിരുന്നോ അപ്പോൾ അതെല്ലാം? അവൾ വിഹാനെ ഒന്ന് നോക്കി. എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടായിരുന്നോ ചേച്ചിക്ക്? കണ്ണുനീർ കവളിലൂടെ ഒഴുകിയിറങ്ങി. അവളുടെ ഒരു കത്തെങ്കിലും അവിടെ വെച്ചൂടായിരുന്നോ ചേച്ചിക്ക്? അല്ലെങ്കിൽ എന്നോടൊരു വാക്ക്? ആര്യ തല കുനിച്ചു നിന്നു. അനന്യയുടെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ കുത്തിയിറങ്ങുകയായിരുന്നു. ഞാൻ എന്തൊക്കെയാ അനുഭവിച്ചതെന്ന് ചേച്ചിക്ക് അറിയാമോ? മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കേണ്ടി വന്നത് ഞാനാണ്. എന്താണ് നടക്കുന്നത് പോലും അറിയാതെ ഞാൻ. അവളുടെ ശബ്ദം വിങ്ങി പൊട്ടിക്കരച്ചിലേക്ക് വഴിമാറി. അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ദേവച്ചൻ്റെയും ജാനമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞത് വേദനയേക്കാൾ ദേഷ്യമായിരുന്നു. അവരുടെ നോട്ടം വിഹാനിലേക്ക് നീണ്ടു. എന്താടാ ഇതെല്ലാം? ദേവച്ചൻ്റെ ശബ്ദം വിറച്ചിരുന്നു. വിഹാൻ, ഞാൻ നിന്നോടാണ് ചോദിച്ചത്. വിഹാൻ തല ഉയർത്തിയതേയില്ല. കുറ്റബോധത്തിൻ്റെ അവൻ്റെ മുഖം കുനിഞ്ഞിരുന്നു. ഉത്തരം പറയടാ. ദേവച്ചൻ വീണ്ടും അലറി. പക്ഷെ വിഹാന്റെ ചുണ്ടുകൾ അനങ്ങിയില്ല. അപ്പോഴാണ് ജാനമ്മ മുന്നോട്ട് വന്നത്. അവരുടെ കണ്ണുകൾ ചുവന്നിരുന്നു. നിന്നോടല്ലേ അച്ഛൻ ചോദിച്ചത്? അടുത്ത നിമിഷം അവളുടെ കൈ ഉയർന്നു വിഹാന്റെ കവളിൽ ആഞ്ഞൊരു അടി പതിച്ചു. ആ ശബ്ദം ഉമ്മറത്ത് മുഴുവൻ പ്രതിധ്വനിച്ച് കേട്ടു. എങ്ങനെയൊക്കെയാണോ ഞങ്ങൾ നിന്നെ പഠിപ്പിച്ചത്? ജാനമ്മയുടെ ശബ്ദം ഇടറിപ്പോയി. ഇത്രയും വലിയ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ നിനക്കങ്ങനെ തോന്നി വിഹാൻ? വിഹാൻ കണ്ണടച്ചു നിന്നു. അമ്മയുടെ അടിയേക്കാൾ അവനെ വേദനിപ്പിച്ചത് അവളുടെ കണ്ണുനീരായിരുന്നു. അവിടെ നിന്ന് ആദിത്യൻ പുച്ഛത്തോടെ ചിരിച്ചു. ആ ചിരി നിറഞ്ഞു നിന്നത് വെറുപ്പായിരുന്നു. കണ്ടില്ലേ എല്ലാവരും? അവൻ ആര്യയുടെയും അനന്യയും നോക്കി. ചേച്ചിയുടെയും അനിയത്തിയുടെയും നാടകം. അനന്യ ഞെട്ടി അവനെ നോക്കി. ആദി, മിണ്ടരുത്. അവൻ അവളെ തടഞ്ഞു. ഒരാൾ എൻ്റെ അനിയനെ വിവാഹം കഴിച്ചു. അവൻ്റെ കണ്ണുകൾ ആര്യയിലേക്ക് പതിഞ്ഞു. അതേസമയം അനിയത്തി ഈ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയെ കടന്നു വന്നു. പരിഹാസം നിറഞ്ഞൊരു ചിരി അവൻ്റെ ചുണ്ടിൽ വീണ്ടും വിരിഞ്ഞു. കാശുള്ള വീട്ടിലെ ചെക്കന്മാരെ നോക്കി നടന്നതാണോ നിങ്ങളിരുവരും? ആ വാക്കുകൾ കേട്ട് അനന്യയുടെ മുഖം വിളറിപ്പോയി. ആദി. ജാനുമ്മ ഞെട്ടലോടെ അവനെ വിളിച്ചു. പക്ഷെ അവൻ നിർത്തിയില്ല. ഇവരുടെ കുടുംബം മുഴുവൻ ഇങ്ങനെ തന്നെയാണമ്മ. ഇപ്പോഴല്ലേ ഇതെല്ലാം മനസ്സിലായത്? അവൻ്റെ ഓരോ വാക്കും അനന്യയുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. കണ്ണുനീർ തടയാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ജാനമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. അനന്യ പാവമാണടാ, അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. വിഹാനും ആര്യയും തമ്മിലുള്ള കാര്യങ്ങൾ അവൾക്കറിയില്ല. ആദിത്യൻ മിണ്ടാതെ നിന്നു. അവളും നിന്നെ പോലെ തന്നെ അച്ഛയും അമ്മയും പറഞ്ഞപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചതാണ്. നിന്റെ താലി സ്വീകരിച്ച പെൺകുട്ടിയാണവൾ. ജാനമ്മയുടെ വാക്കുകൾ കേട്ട് അനന്യ വീണ്ടും കരഞ്ഞു. എന്നാൽ ആദിത്യൻ്റെ മനസ്സ് അപ്പോഴും ശാന്തമായിരുന്നില്ല. അവൻ്റെ നോട്ടം വീണ്ടും വിഹാനിലേക്ക് നീണ്ടു. അടുത്ത നിമിഷം അവൻ മുന്നോട്ട് ചെന്ന് വിഹാന്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു. നീ എന്താടാ ചെയ്തത്? വിഹാൻ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ആദിത്യൻ്റെ ശബ്ദം വിങ്ങി. നീ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് എന്നോടെന്തെങ്കിലും സൂചന പറഞ്ഞിരുന്നെങ്കിൽ. അവൻ്റെ കണ്ണ് ദേഷ്യം കൊണ്ട് നിറഞ്ഞ് വിഹാനെ നോക്കി. ഞാൻ തന്നെ ഈ വിവാഹത്തിൽ നിന്ന് മാറി നിന്നേനെ. ഏട്ടാ, മിണ്ടരുത് നീ. ആദിത്യൻ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ ശക്തമായി കുലുക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. വിഹാന്റെ കണ്ണുകൾ നിറഞ്ഞു. മറുപടി പറയാൻ അവന് വാക്കുകൾ കിട്ടിയതേയില്ല. അപ്പോഴാണ് ദേവച്ചൻ അങ്ങോട്ട് വന്നത്. അവൻ്റെ മുഖത്ത് തകർന്നു പോയ അച്ഛൻ്റെ വേദനയുണ്ടായിരുന്നു. ഞങ്ങൾ നിന്നെ നല്ല രീതിയിലല്ലടാ ഇതുവരെ വളർത്തിയത്. അയാളുടെ ശബ്ദം വിറച്ചു. നിന്റെ ഏട്ടന് വേണ്ടി നിശ്ചയിച്ച പെണ്ണിനെ തന്നെ നിനക്ക് വിവാഹം കഴിക്കാൻ കിട്ടിയത്. അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും തല കുനിച്ചു. ഈ പെൺകുട്ടി നിനക്ക് ഏട്ടത്തിയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടവളാ. ദേവച്ചൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനെ നോക്കി. എങ്ങനെ തോന്നി നിനക്ക് ഇതൊക്കെ ചെയ്യാൻ? ആ ചോദ്യം കേട്ട് വിഹാൻ തലയുയർത്തി അച്ഛനെ നോക്കി.
പക്ഷെ അച്ഛൻ്റെ കണ്ണുകൾ നോക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. ആ വലിയ തറവാട് വീട്ടിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. ആ നിശബ്ദതയ്ക്കിടയിൽ കേൾക്കുന്നത് ചില ഹൃദയങ്ങൾ തകർന്നു വീഴുന്ന ശബ്ദം മാത്രമാണ്. ഉമ്മറത്ത് നിറഞ്ഞു നിന്ന നിശബ്ദതകൾക്കിടയിൽ കുറ്റപ്പെടുത്തലുകളുടെ അമ്പുകൾ തുടർച്ചയായി വിഹാന് നേരെ മാത്രം പതിഞ്ഞു. തലകുനിച്ച് നിൽക്കുന്ന അവൻ ഒരക്ഷരം പോലും തിരികെ പറയാതെ ആ കണ്ണുകളിൽ മാത്രം കുറ്റബോധവും വേദനയും മാത്രം നിറഞ്ഞു നിന്നു. പക്ഷെ അത് കണ്ടിരുന്ന ആര്യയുടെ മനസ്സ് തകർന്നു പോയി. അവസാനം അവൾ പെട്ടെന്ന് മുന്നോട്ട് വന്നു. വിഹാന്റെ മുന്നിൽ ഒരു മറ പോലെ നിന്നു. അവളുടെ ആ പ്രവൃത്തി കണ്ടതും എല്ലാവരും അമ്പരന്നു. ആരും ഇനി വിഹാനെ കുറ്റപ്പെടുത്തരുത്. വിറയിലുണ്ടായിരുന്നെങ്കിൽ അവളുടെ ശബ്ദത്തിൽ ഉറപ്പായിരുന്നു. അമ്മേ, ദയവായി ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ആര്യ നന്ദുമ്മയെ നോക്കി കൈകൾ കൂപ്പി. അത് കണ്ടതും ആദിത്യൻ്റെ മുഖം വീണ്ടും കടുത്തു. നീ എന്താടി എൻ്റെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നേ? അവൻ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. വിഹാൻ ഉടനെ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷെ ആര്യ അവനെ തടഞ്ഞു. ദയവായി നിങ്ങളിപ്പോൾ വഴക്കിടരുത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താടി ഇനി നിനക്ക് പറയാനുള്ളേ? ആദിത്യൻ്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. അല്ലെങ്കിൽ അടുത്ത പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മറത്ത് നിന്നിരുന്ന ചില ബന്ധുക്കൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ആദിത്യൻ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു, നല്ല ബെസ്റ്റ് കുടുംബം. അവൻ്റെ നോട്ടം ആര്യയിൽ നിന്നും അനന്യയിലേക്ക് പിന്നെ വീണ്ടും ആര്യയിലേക്കും നീണ്ടു. ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ ആരുടേതാണടി? മതി. ആര്യ ആദ്യമായി ശബ്ദമുയർത്തി. അത് കേട്ട് എല്ലാവരും അവളെ നോക്കി. ഇതുവരെ തലകുനിച്ച് മാത്രം നിന്ന പെൺകുട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കുറെ സമയമായി എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇയാൾ അനാവശ്യമായി സംസാരിക്കുന്നു. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എന്നാൽ സത്യം എന്താണെന്ന് ആരും ചോദിക്കുന്നതില്ല. ഉമ്മറും വീണ്ടും നിശബ്ദമായി. ആര്യ ഒരു ദീർഘശ്വാസം എടുത്തു. ശേഷം പതിയെ പറഞ്ഞു, ഞാനും വിഹാനും കഴിഞ്ഞ 2 വർഷമായി സ്നേഹത്തിലായിരുന്നു. ആ വാക്കുകൾ കേട്ടതും എല്ലാവരുടെയും മുഖത്ത് നെട്ടൽ നിറഞ്ഞു. അനന്യ പോലും വിശ്വസിക്കാതെ ചേച്ചിയെ നോക്കി. ദേവച്ചൻ്റെ പുരികങ്ങൾ ചുളിഞ്ഞു. ദേവച്ചൻ കണ്ണടച്ചു. നന്ദുമ്മ കണ്ണുകൾ നിറഞ്ഞു. വിഹാനോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ആര്യ വിഹാനെ നോക്കി. വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ. വിഹാന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവനത് കേട്ടില്ല. എന്തുകൊണ്ട്? അവൾ സ്വയം മറുപടി പറഞ്ഞു. കാരണം അവന് തൻ്റെ ഏട്ടനെ അത്രയ്ക്കിഷ്ടമാണ്. ആദിത്യൻ അനങ്ങാതെ നിന്നു. നിങ്ങൾ വന്ന് എന്നെ പെണ്ണു കണ്ടുപോയ ദിവസം മുതൽ അവൻ മാറിത്തുടങ്ങി. എന്നോട് സംസാരിക്കുന്നത് പോലും കുറച്ചു. ഫോൺ വിളിച്ചാൽ എടുക്കില്ല. മെസ്സേജുകൾക്ക് മറുപടി തരില്ല. ഞാൻ വിചാരിച്ചു അവന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്നാണ്. അവളുടെ ശബ്ദം ഇടറി. താൻ സ്നേഹിച്ച പെൺകുട്ടിയെ സ്വന്തം ഏട്ടൻ്റെ ഭാര്യയായി കാണാൻ അവൻ മനസ്സിനെ പാകപ്പെടുത്തി. വിഹാന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. ഏട്ടന് വേണ്ടി സ്വന്തം പ്രണയം ത്യജിക്കാൻ അവൻ തയ്യാറായി. അത് കേട്ടതും ദേവച്ചൻ പതിയെ തലയുയർത്തി മകനെ നോക്കി. അവൻ്റെ മുഖത്ത് ആദ്യമായി വേദന കലർന്ന അഭിമാനം തെളിഞ്ഞു. പക്ഷേ ആര്യ തുടർന്നു. പക്ഷെ എനിക്കത് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെട്ടുവെന്ന് അറിഞ്ഞ ദിവസം ഞാൻ വിഹാനെ പലതവണ വിളിച്ചു. അവൻ ഫോൺ എടുത്തില്ല. വീണ്ടും വീണ്ടും വിളിച്ചു. അവസാനം ഒരു തവണ അവൻ ഫോൺ എടുത്തു. അവളുടെ കൈകൾ വിറച്ചു. അന്ന് ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു. എൻ്റെ കഴുത്തിൽ താലി വരേണ്ടത് നിങ്ങളുടേതാണെന്ന്. നിന്റെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. വിഹാനെ നോക്കിയാണ് അവൾ പറഞ്ഞത്. അല്ലെങ്കിൽ എൻ്റെ ശവമായിരിക്കും നിങ്ങൾ കാണുക. ഉമ്മറത്ത് നിന്നവരെല്ലാം അവളുടെ വാക്കുകൾ കേട്ട് സ്തംഭിച്ചു പോയി. നന്ദുമ്മ നെഞ്ചിൽ കൈവച്ചു. എൻ്റെ ഭഗവാനെ. അതെ, ആര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ഭീഷണിപ്പെടുത്തിയതാണ് വിഹാനെ. എല്ലാം എൻ്റെ തെറ്റാണ് മാത്രം. വിഹാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.